ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. കോണുകളും വശങ്ങൾ തന്നാൽ രണ്ട് ത്രികോണം എങ്ങനെയാണ് ഈക്വൽ ആണോ നോക്കൽ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അത് വെച്ചിട്ട് അത് പഠിച്ചവർക്ക് മാത്രമേ ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ. കാരണം അത് മനസ്സിലായവരെയാണ് ഇത് കാണേണ്ടത്. ഇതിലപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും മുന്നത്തെ രണ്ട് ഡെഫിനിഷൻ പഠിക്കാൻ പറഞ്ഞിരുന്നില്ല, അത് പഠിച്ചെന്ന് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളിത് എന്ത് ചെയ്യണം, പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കണ്ടില്ലേ, ഇൻ ഈച്ച് പെയർ ഓഫ് ദ ട്രയാങ്കിൾസ് ബിലോ, അതായത് ഓരോ പെയറായിട്ട് ഫസ്റ്റ് സെറ്റ് കണ്ടില്ലേ, രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസാണ്. ആദ്യം ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യന് നോക്കിയാൽ മതി നമുക്ക്. അപ്പോൾ ആ പെയർ ഓഫ് ട്രയാങ്കിളിൽ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾ, അതായത് മാച്ചിങ് ആംഗിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ അതെങ്ങനെയാണ്, ഇവിടെ സൈഡ് മാത്രമല്ല തന്നിട്ട്, അപ്പോൾ കോണ് എല്ലിന് ഈക്വൽ ആയത് ഏതാണോ അത്, അങ്ങനെ ഓരോ കോണിനും ഈക്വൽ ആയത്, ഓരോ ആംഗിളിനും ഈക്വൽ ആയത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ ചുവടെ ഓരോ ജോഡി ചിത്രമാണ് തന്നിട്ടുള്ളത്. ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാൻ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ എന്ത് ചെയ്യുക, മുകളിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനും ഈ ചിത്രം ഇതുപോലെ തന്നെ ഈ ചിത്രം വരയ്ക്കണം കേട്ടോ, ഈ ചിത്രം വരയ്ക്കണം. അപ്പോൾ അത് എഴുതുക. മലയാളം മീഡിയക്കാർ എന്ത് ചെയ്യുക, മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും എഴുതാം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ. ഇങ്ങനെ വൈറ്റ് എടുക്കല്ലേ. അപ്പോൾ എന്താണ് ചുവടെയുള്ള, അപ്പോൾ നമ്മൾക്ക് ചിത്രം നോക്കാം. നമുക്ക് ഈ ചിത്രം എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുത്തൊന്നുകൂടി വരയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനമാണ് തന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ളൊരു ചിത്രം. ഈ ട്രയാങ്കിൾ നിങ്ങൾ നല്ല വൃത്തിക്ക് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇവിടെ എത്ര സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്, 3 സെൻറ്റിമീറ്റർ. 3 സേമി എന്നാണ് മലയാളം മീഡിയക്കാർ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ CM, 4 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ ചിത്രം ആട്ടെ ഞാൻ വരയ്ക്കണം കണ്ട്. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇതെന്താണ് 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് പേരും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിലാണ്, LMN. ഇപ്പുറത്തോ XYZ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു കോണുകൾ തുല്യ ഏതൊക്കെയാണെന്നാണ് എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നാം ത്രികോണത്തിൻ്റെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൻ്റെ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഏതൊക്കെ കോണ് ഇതിന് തുല്യമാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, പെൻസിലെടുത്തിട്ട് ഒരേ നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്, ഒരേ സൈഡിന് ഓപ്പോസിറ്റുള്ള, ഇപ്പോൾ ഈ 4-ന് ഓപ്പോസിറ്റുള്ള കോൺ തന്നെ ആയിരിക്കും ഈ 4-നും ഓപ്പോസിറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ അടയാളപ്പെടുത്തുക. 4-ന് ഓപ്പോസിറ്റ് ഒരു വര വെച്ച് അടയാളപ്പെടുത്തുക. 3-ന് ഓപ്പോസിറ്റ് അപ്പോൾ എന്ത് ചെയ്യുക, 2 വര വെച്ച് അടയാളപ്പെടുത്തുക. നമ്മളങ്ങനെ 2-ന് ഓപ്പോസിറ്റ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 2 വര വെച്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ്, ഇത് 3-ന് ഓപ്പോസിറ്റ് 2 വര വെച്ച്, ഇനി 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് നമ്മളിവിടെ 3 വര വെച്ച് അടയാളപ്പെടുത്തി. ഇവിടെ ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 2 ട്രയാങ്കിളും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്ത് വരച്ച് ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇനി നമുക്ക് അടയാളപ്പെടുത്തണം ഏതൊക്കെ കോണാണെന്ന് അറിയാം. ഒരേ സൈഡിന് ഈക്വൽ ആയത്, ഇവിടെ 2 സെൻറ്റിമീറ്ററിന് ഈക്വൽ ആയത് തന്നെ ആയിരിക്കും ഇവിടെ 2 സെൻറ്റിമീറ്റർ ഈക്വൽ അല്ലേ. ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഈക്വൽ ആയത്, 3 സെൻറ്റിമീറ്ററിന് ഈക്വലായ ഈ കോണല്ലേ, അത് തന്നെ ആയിരിക്കും ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഈക്വൽ. അപ്പോൾ 2 ആക്കിയിട്ട് നമ്മൾ എഴുതി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ 4-ന് ഓപ്പോസിറ്റ് ഉള്ളത് 3 വരട്ട് കോൺ അടയാളപ്പെടുത്തി. ഇവിടെ 4-ന് ഓപ്പോസിറ്റ് അപ്പോൾ എന്തായിരിക്കും 3 വരട്ട്. അപ്പോൾ കറക്റ്റ് അല്ലേ നോക്കാം. എങ്ങനെയാണ്, ഇവിടെ 3 അല്ലേ, ഈ 3 സെൻറ്റിമീറ്ററിന് നമ്മൾ N. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഇതാ ഈ കോണ്. അപ്പോൾ എഴുതി നോക്കി, കോണ് N, അതായത് ഈ ഇങ്ങനെ വരട്ട് അടയാളപ്പെടുത്തിയ സുഖമല്ലേ. ഇതൊരു വര ഉള്ളൂ കേട്ടോ. ഇനി വര വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാം. കോൺ M ഈക്വൽ ടു കോണ് കാണിയല്ലേ,
എക്സ് വൈ സെഡ് ആട്ടത്, കോണ് സെഡ് അല്ലേ, കോണ് സെഡ് ഇവിടെ കണ്ടില്ലേ, എല് എം എൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, കോണ് എമ്മിന് തുല്യമായത്, കോണ് എം 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റാണ്, അതന്നെ ആയിരിക്കും കോണ് സെഡ്. കോണ് എം കണ്ടില്ലേ, കോണ് എമ്മിന് ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ കോണ് സെഡിന് ഓപ്പോസിറ്റുള്ള 2, അപ്പോൾ കോണ് സെഡ് ആയിരിക്കും തുല്യം. ഇനി അടുത്ത അതേപോലെ തന്നെ കോണ് എം, കോണ് എല്ല്, കോണ് എല്ലിന് 3 വര ഉണ്ട്, അപ്പോൾ ഇവിടെ കോണ് വൈനല്ലേ 3 വര. പിന്നെ കോണ് ഏതാണ്, എം ഐ എൽ ഐ എന്നിന് ഈക്വൽ ആയത് ഏതായിരിക്കും, 2 വര, കോണ് എക്സ്. ഉത്തരം കിട്ടിയില്ലേ. അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കി, ഞാനത് മായ്ക്കാം, അപ്പോഴത്തേക്കിനെ ഞാനിത് മായ്ക്കാം. നിങ്ങളെന്ത് ചെയ്യണം, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കാതിരിക്കരുത്, കാരണം നല്ല നല്ല ചാപ്റ്റേഴ്സാണ്, മാർക്ക് പോവാതെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് വരയ്ക്കാം. ഇതേപോലെ തന്നെ 2 ത്രികോണം എങ്ങനെ വരുന്നതെന്ന് തോന്നില്ല. ഇവിടെ 2.4 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, 3.6 സെൻറ്റിമീറ്റർ. ഇതിലും ഇതുപോലെ തന്നെ ഇത് 2.4 സെൻറ്റിമീറ്റർ, 3.6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടിൻ്റെ വശങ്ങൾ തുല്യമാണ്, രണ്ടിലും 3.6ഉം 3യും 2.4ഉം ഉള്ളത്, അതായത് 3.6, 3, 2.4 ഇങ്ങനെ തന്നെയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതെങ്ങനെ തുല്യ ത്രികോണം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ആംഗിൾസ് പറയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വന്നിട്ടുണ്ട് എ ബി സി, ഇതിൻ്റെ സൈഡ് വന്നിട്ടുണ്ട് പി ക്യു ആർ. തന്നില്ലേ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതിലുള്ള തുല്യമായ കോണുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തുല്യമായ കോണുകൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 3ന് ഓപ്പോസിറ്റ് ഉള്ളത് കോണിന് നമ്മൾ ഒരു വര, ഇപ്പോൾ 3ന് ഓപ്പോസിറ്റ് ഏതെങ്കിലുമൊക്കെ മതി. ഇപ്പോൾ നമ്മൾ 3 എടുക്കുക വിചാരിക്കുക, 3ന് ഓപ്പോസിറ്റുള്ള കോണ് ഇങ്ങനെ ഒരു വരട്ട് അടയാളപ്പെടുത്തുക. ഇവിടെ 3ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഒരു വരട്ട് അടയാളപ്പെടുത്തുക. പിന്നെ ഇവിടെ 3.6 ഇതല്ല 3.6 അതിന് ഓപ്പോസിറ്റുള്ള 2 വരട്ട് അടയാളപ്പെടുത്തുക. ഇവിടെ 3.6 ഓപ്പോസിറ്റ് 2 വര. പിന്നെ ഇത് 2 തുല്യമായതുകൊണ്ട് പിന്നെ ഇത് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇങ്ങനെ ആദ്യമേ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എടുത്തെഴുതാം. ഒന്ന് വെച്ച് അടയാളപ്പെടുത്തിയത് കോണ് എ, കോണ് ആർ ഈക്വൽ ആയിരിക്കും. കോണ് സി 2 വെച്ച് അടയാളപ്പെടുത്തിയ കോണ് സി, കോണ് ക്യൂ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. പിന്നെ ആംഗിൾ ബി, ഇത് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ എന്തായിരിക്കും, പി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് കിട്ടുക, കാരണം സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എടുക്കട്ടെ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, മലയാളംകാർ മലയാളം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ചുവടെ വരച്ചിരിക്കുന്ന 2 ത്രികോണങ്ങളിൽ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു ആർ പി, സി എ ഈക്വൽ ടു പി ക്യു എന്നിങ്ങനെയാണ്. അങ്ങനെ കുറച്ച് സൈഡ് ഈക്വൽ ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി സി എന്ന ത്രികോണത്തിലെ കോൺ സി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോൺ എ ബി തന്നിട്ടുണ്ട് 60, 40 അല്ല, കോൺ എ 40, കോൺ ബി 60 കണ്ടില്ലേ. അപ്പോൾ അത് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ സി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോൺ സി കണ്ടുപിടിക്കാനും പിന്നെ പി ക്യു ആറിലുള്ള ത്രികോണത്തിൻ്റെ എല്ലാ കോണും നമുക്ക് ഒരു മാജിക് പോലെ അല്ലേ, കോൺ എ ബി സി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പി ക്യു ആർ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ത്രികോണം എന്ത് ചെയ്യാം, നിങ്ങളെന്ത് ചെയ്യുക, ട്രയാങ്കിൾ എന്ത് ചെയ്യുക, എടുത്ത് വരക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനൊന്ന് ഈ സൈഡിലേക്ക് മാറ്റി വരയ്ക്കല്ലേ ചിത്രം.
ഇപ്പോൾ തന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ABC. ഇത് എത്ര ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്? 40 ഡിഗ്രി. ഇതോ 60 ഡിഗ്രി. ഇപ്പോൾ കോൺ സി എത്ര ആയിരിക്കും നമുക്ക് തന്നെ കണ്ടുപിടിച്ചൂടെ? 180 കുറച്ചാൽ പോരാ ഇത് കൂട്ടിയിട്ട്? 60 40 കൂട്ടിയാൽ 100, 60 70 80 90 100. 100 കുറച്ചാൽ 80 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ആ 80 ആയിരിക്കും എന്ത്? കോൺ സി. അപ്പോൾ 3 കോണും കിട്ടി. ഇനി പി ക്യു ആറിലും ഈ 3 കോൺ തന്നെ ആയിരിക്കും. പക്ഷേ ഏതാണ് കോണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ 3 കോൺ തന്നെ ആയിരിക്കും പി ക്യു ആറിൽ വരിക. അത് എന്തുകൊണ്ട് വരുന്നതെന്ന് എങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ ഇവർ തുല്യ ത്രികോണമാണ് തന്നിട്ടുണ്ട്. PQR ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. AB = QR. AB = QR തന്നാൽ ABയുടെ അവിടെ ഒരു വര ഇടുക. QR-ൻ്റെ അവിടെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഒരു വര ഇട്ടൂടെ? പിന്നെ BC = RP. BC അപ്പോൾ നമ്മളിവിടെ BCൻ്റെ അവിടെ 2 വര ഇട്ട്. അത് RPക്ക് ഈക്വലാണ്. RP ഏതല്ലേ? 2. പിന്നെ CA = PQ. CA ഏതാണ്? ഇത് 3 വര ഇട്ട്. അത് PQക്ക് ഈക്വല. PQ ഇതല്ലേ? 3 വര ഇട്ട്. ഇപ്പോൾ വര ഇട്ടില്ലേ? ഇനി ഈ വരൻ്റെ ഓപ്പോസിറ്റുള്ള കോണുകളൊക്കെ തുല്യമായിരിക്കും. ഇത് ഒരു വരയാണ്. ഈ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റുള്ള കോണ് ഏതാണ്? കോൺ സി അല്ലേ? കോൺ സി. ഈ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റുള്ള കോണ് കോൺ സി. ഇതിലും ഒരു വരയ്ക്ക് ഓപ്പോസിറ്റുള്ള ഏതിനായിരിക്കും? കോൺ പിക്ക് തുല്യമായിരിക്കും. കോൺ സി എത്രയാണ് നമുക്കുള്ളത്? 80 ഡിഗ്രി അല്ലേ? കോൺ സി കണ്ടുപിടിച്ചത് 80 ഡിഗ്രി. അപ്പോൾ അതായിരിക്കും. ഇനി അതേപോലെ തന്നെ കോൺ എ ഈ 2 വരയ്ക്ക് ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇതിൽ കോണ് 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഇത് കോൺ ക്യൂ അല്ലേ? ഇപ്പോൾ കോൺ ക്യൂ എടുക്കുക. കോൺ എ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി. ഇനി അടുത്തത് ഇല്ലേ? കോൺ ബി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ഇല്ലേ? അത് 3 വരയ്ക്ക് ഓപ്പോസിറ്റ് അല്ലേ? 3 വരയ്ക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ഇതിൽ 3 വരയ്ക്ക് ഓപ്പോസിറ്റ് ഏതാണ്? കോണ് 6. ഇപ്പോൾ കോണ് ബി ട്ടാ 60 ഡിഗ്രി. കോൺ ബി ഇത് ഞാൻ ഒന്നും കൂടി എഴുതിത്തരാം കേട്ടോ. കോൺ ബി ആണ്. കോൺ ബി 3 വരയ്ക്ക് ഓപ്പോസിറ്റാണ് കോൺ ബി. ഇവിടെ 3 വരയ്ക്ക് ഓപ്പോസിറ്റ് കോൺ 6 അത് എത്ര ഡിഗ്രിയാണെന്നാണ്? ബി 60 ഡിഗ്രി. വേണ്ടില്ല 60 ഡിഗ്രി. ഇത്ര സുഖമുള്ള പരിപാടി. അപ്പോൾ നമ്മൾ PQRലെ കോണുകൾ ഫുള്ള് കണ്ടുപിടിച്ചില്ലേ? അതാണ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എക്സാമിന് എങ്ങനെ എഴുതിയിരിക്കണോ? കോൺ P = 80 ഡിഗ്രി. കോൺ Q = 40 ഡിഗ്രി. കോൺ R = 60 ഡിഗ്രി. ഇങ്ങനെ എഴുതിയിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? മലയാളം മീഡിയക്കാർ ആ ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ക്വസ്റ്റ്യനും എഴുതിയിരിക്കുക. ഞാൻ എന്ത് ചെയ്യുക? സാധനം എന്തായാലും ഞാൻ അങ്ങോട്ട് വരച്ചു തരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടഫാക്കിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ചിന്തിക്കണം. നിങ്ങൾ ആ ഒരേ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരേ സൈഡിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഒരേ ആംഗിളായിരിക്കും. ABC തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു 60 ഡിഗ്രി മാത്രമാണ് തന്നത്. അപ്പോൾ നമുക്ക് ഈ 2 കോണും അറിയില്ല. ഈ കോണും എത്രയെന്ന് അറിയില്ല, നമുക്ക് ഈ കോണും എത്രയെന്ന് അറിയില്ല. വേറൊരു ത്രികോണം തന്നിട്ടുണ്ട്. അതിലെന്ത് തന്നിട്ടുണ്ട്? PQR എന്ന് പറഞ്ഞ സൈഡ് തന്നിട്ടുണ്ട്. അവിടെ ഒരു 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 60 70 ആണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ 2 കോണ് കിട്ടി. ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് 2 കോണ് കിട്ടി. ബന്ധം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണെന്നുണ്ട്? AB = QR. AB ഒക്കെ ഒരു വര വരച്ച് കൊടുക്കുക. നിങ്ങൾ പെൻസിലായിട്ട് ഒരു വര വരയ്ക്കുക. QR-ൽ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. ഇനി BC = AB = QR. BC = BCക്ക് എന്ത് വരയ്ക്കുക? 2 വര വരയ്ക്കുക. BC = PQ ഏതാണ്? 2 വര വരയ്ക്കുക. പിന്നെ CA = RP. അപ്പോൾ 3 വര വരയ്ക്കുക. CA = RP 3 വര. ഇനിയിപ്പോൾ നമുക്ക് ആംഗിൾ സുഖമല്ലേ?
ഒന്നാമത്തെ വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളതും ഒന്നാമത്തെ വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളതും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോൺ എ നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതട്ടാ. ഇനി സുഖമാണ്. ഇനിയിപ്പോൾ ആംഗിളൊക്കെ നമുക്ക് കിട്ടും. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. അതായത് എ മാത്രം തന്നിട്ടുണ്ട്, നമുക്ക് ബി കണ്ടുപിടിക്കണം, സി കണ്ടുപിടിക്കണം, ഇതിൽ പി കണ്ടുപിടിക്കണം, ആർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സുഖമാണ്. എങ്ങനെ അറിയോ, കോണി എ എന്ന് പറഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് കോണി എ അതിന് വെക്കല. കോണി എ പറഞ്ഞാൽ എന്താണ്, രണ്ട് വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള. അപ്പോൾ ഇവിടെ 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഏതാ, കോൺ ആർ. കോൺ ആറിന് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയെന്ന് എഴുതാം, 60 ഡിഗ്രിന്ന് എഴുതിക്കൂടെ. കോൺ ആറ്, കോണി എക്ക് രണ്ട് വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണി എ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ആറും എന്തായിരിക്കും, കോൺ ആറും മനസ്സിലാവും. നീല വരല്ലായിരുന്നു 2 വര പോയി വിചാരിക്കണ്ട, സംഭവം മനസ്സിലാവണേ. ഇവിടെ 2 വര, ഈ 2 വരയ്ക്ക് ഈ ഒരു വര, ഈ 2 വരയ്ക്ക് ഓപ്പോസിറ്റുള്ള കോൺ എ ആണെങ്കിൽ ഈ 2 വരയ്ക്ക് ഓപ്പോസിറ്റുള്ള ഏതാണ്, കോൺ ആറാണ്. അവർ രണ്ടാളും തുല്യമായിരിക്കില്ലേ. അപ്പോൾ കോൺ ആറും നമുക്ക് എന്ത് കിട്ടി, 60 ഡിഗ്രിന്ന് കിട്ടി. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൽ 70 കിട്ടി, 60 കിട്ടി. അപ്പോൾ പിന്നെ മൂന്നാമത്തെ കാണാൻ വേണ്ടിയിട്ട് 180 കുറച്ചാൽ പോരെ. 70 60 കൂട്ടിയിട്ട് 70 60 കൂട്ടിയാൽ എത്രയാണ്, 130. അപ്പോൾ നമുക്ക് റിമൈനിങ് ആംഗിൾ എത്ര കിട്ടും, 50 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതെത്രയാണ്, 50 നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് കൊടുത്താൽ കോൺ പി എത്രയാണ്, 50 ഡിഗ്രി. അപ്പോൾ കോൺ എ ക്വസ്റ്റ്യനിൽ തന്നെ. പിന്നെ കോൺ ബി 3 വരയ്ക്ക് ഓപ്പോസിറ്റാണ് കോൺ ബി. അപ്പോൾ ഇവിടെ 3 വരയ്ക്ക് ഓപ്പോസിറ്റ് ഏതാണ്, കോൺ ക്യൂ, 70 ഡിഗ്രി. പിന്നെ കോൺ സി എന്ന് പറഞ്ഞാൽ 1 വരയ്ക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ 1 വരയ്ക്ക് ഓപ്പോസിറ്റ് കോൺ പി. അതെത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, കോൺ പി 50 ഡിഗ്രി അല്ലേ. അപ്പോൾ 50 ഡിഗ്രി. എല്ലാ കോണുകളും കിട്ടിയില്ലേ, എല്ലാ കോണും കിട്ടി. വരച്ച് കൂടി ഇതായിരിക്കണല്ലേ, അത് കുഴപ്പമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇത് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇങ്ങനെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ നാലാമത്തെ രസകരമായ ക്വസ്റ്റ്യനാണ്. ഒരു ക്വാഡ്രിലാറ്ററലാണ് തന്നിട്ടുള്ളത്, അതായത് ചതുർഭുജമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിലൊരു ചതുർഭുജത്തിൻ്റെ വികർണം മീൻസ് ഇതില്ലേ ഈ സാധനം, ആ വികർണം അതിനെ 2 ത്രികോണങ്ങളാക്കി മുറിക്കുന്നു. മുകളിലൊരു ത്രികോണമുണ്ട്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മുകളിലും ഒരു ത്രികോണമുണ്ട്, താഴെ ഒരു ത്രികോണമുണ്ട്. ഇങ്ങനെ 2 ത്രികോണാക്കിയിട്ട് ഈ വികർണം ഇത് 2 എണ്ണാക്കി മുറിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ, ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാരെ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാറ്റിയെടുത്തരാം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ചതുർഭുജത്തിൻ്റെ വികർണം അതിനെ 2 കോണുകളായിട്ടും ഭാഗിക്കുന്നു. അങ്ങനെയൊക്കെ മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യനിലുണ്ട്, ഇതിലതൊന്നുമില്ല. അപ്പോൾ ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ? ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇതല്ലേ എ ബി സി ആൻഡ് എ ബി ഡി ഇതല്ലേ എ ബി ഡി ഈക്വൽ ഇൻ ദ ഫിഗർ എബോ. ഈ 2 ത്രികോണം ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ
വൈ, എന്തുകൊണ്ട്. ഇപ്പോൾ ആണോ അല്ലേന്ന് നമുക്ക് ആദ്യം നോക്കാം. ആണോ അല്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം. വായിച്ചിടാം. അപ്പോൾ ആണോ എന്നല്ലോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് ഇവിടേക്ക് എടുത്ത് വരച്ചാലോ. നമുക്ക് എടുത്ത് വരച്ച് നോക്കാം. ഇങ്ങനെ ഒരു സാധനമാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ അല്ലേ, നിങ്ങളും ഇതൊക്കെ എടുത്ത് വരയ്ക്കണം കേട്ടോ. അതിനുണ്ട് ഇങ്ങനെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഇത് 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 കേട്ടോ. ഈ ക്വസ്റ്റ്യന് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. സൈഡ് അങ്ങോട്ട് മാറ്റണം കേട്ടോ, അതല്ല കേട്ടോ. 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ വെട്ടിക്കളിട്ടാ. 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റി. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്ത് ചെയ്യണം, ഇതേ അളവ് എഴുതണം കേട്ടോ. 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ഈ ത്രികോണത്തിലെ കോണുകൾ സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. വശങ്ങൾ സെയിം ആണെങ്കിൽ നമുക്ക് കോണുകൾ സെയിം ആണെന്ന് പറയാം. ആദ്യം വശങ്ങളപ്പോൾ സെയിം ആണോ എന്ന് നോക്കുക. അപ്പോൾ കോണുകൾ സെയിം ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സെയിം ആണെങ്കിൽ നമ്മൾ അതിന് റീസൺ പറയേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വശങ്ങൾ തുല്യമാണെന്ന് നോക്കാം. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്, ഓക്കെ. ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഓക്കെ. പിന്നെ ഇത് കോമൺ അല്ലേ, രണ്ടിനും കോമൺ ആണ്. അപ്പോൾ പിന്നെ വശങ്ങൾ തുല്യമല്ലേ. ഇതിനും 1, 1, 2, ഇതിനും 4, 3 ആണ്. പിന്നെ ഈ പൊതുവായൊരു വശമുണ്ട്. അതേപോലെ തന്നെ ഇതിനും 4, 4, 3, പിന്നെ ഒരു പൊതുവായൊരു വശമുണ്ട്. അപ്പോൾ പിന്നെ വശങ്ങൾ തുല്യമായതുകൊണ്ട് എന്താ, കോണുകൾ തുല്യമാണോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയണം, യെസ്, കോണുകൾ തുല്യമാണ്, അതേന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാലാണ് നമ്മൾ ആ റീസൺ എഴുതേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്ത് പറയണോ, ഈ വശങ്ങളൊക്കെ തുല്യമായതുകൊണ്ട്. ആ ഡെഫിനിഷൻ ഇല്ലേ, വശങ്ങൾ തുല്യമായതുകൊണ്ട് വശങ്ങൾക്കെതിരെയുള്ള എന്ത് തുല്യമായിരിക്കും, കോണുകളും തുല്യമായിരിക്കും. ആ ഡെഫിനിഷൻ ഞാൻ എടുത്തുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് റീസൺ ചോദിച്ചാൽ അതെടുത്തിട്ട് എഴുതണം. കാണിച്ചു തരാം കേട്ടോ ആ റീസണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ളത് എന്താണ്, ഒരേ കോണുകളാണോ എന്നാണ്. കോണുകളാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു, വശങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടിനും 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്ററും പിന്നെ എന്താ ചെയ്യുക, കോമൺ ആയിട്ടുള്ള ഈ ഒരു സൈഡും മാത്രമാണുള്ളത്. കോമൺ ആയിട്ടുള്ള ഈ സൈഡും അല്ല ഉള്ളത്. ഈ കോമൺ ആയിട്ടുള്ള ഈ സൈഡും പിന്നെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ വശങ്ങൾ തുല്യമായതുകൊണ്ട് നമ്മൾ കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഡെഫിനിഷൻ എന്ത് ചെയ്യുക. അപ്പോൾ ഉത്തരത്തിൽ റീസൺ എഴുതണ്ടേ. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് എഴുതണം. മലയാളം മീഡിയക്കാർ എഴുതുക, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ്. അതുകൊണ്ടാണ് ഇതിലെ എന്ത് തുല്യമായത്, കോണുകൾ തുല്യമായത്. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതേണ്ട ഡെഫിനിഷൻ എന്താണ്, അതായത് ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ sides of another triangle, then the angles opposite to the equal sides of these triangles are equal. അതായത് അപ്പോൾ അതിൻ്റെ ആ സൈഡ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആംഗിളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഇത് എന്തായത്, തുല്യമായത്. അപ്പോൾ ഈ റീസൺസ് ആണ് ഉത്തരത്തിൽ എഴുതണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റീസൺ കാണാതെ പഠിക്കണം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 5ാമത്തെ ക്വസ്റ്റ്യന്, 5 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിൽ, ഈ ഇംഗ്ലീഷ് മീഡിയക്കാരെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ, അതാണ് ക്ലിയർ. ABCD എന്ന ക്വസ്റ്റ്യത്തിൽ AB = AB. അപ്പോൾ ABയിൽ അവിടെ നമ്മളൊരു വര വരയ്ക്കും, ഒരു വര ഇടുക കേട്ടോ. ABയിൽ അവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കുക. AB = AD എന്ന് പറഞ്ഞു. അപ്പോൾ AD എവിടെ, ഒരു വര. CB = CB, അപ്പോൾ 2 വര കൊടുക്കുക. നെക്സ്റ്റ് ആയതുകൊണ്ട് കേട്ടോ CD 2 വര എടുത്ത്. എന്നിങ്ങനെയാണ്. In the quadrilateral ABCD shown below, AB = AD ആണ്, BC = CD ആണ്. എന്നാൽ കമ്പ്യൂട്ട് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ quadrilateral, അതായത് ചതുർഭുജത്തിൻ്റെ ബാക്കി കോണുകളെല്ലാം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് കണക്കാക്കിക്കൂടെ? 2 ത്രികോണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തെ ഇതും എന്തായിരിക്കും? രണ്ടിനും തുല്യമായിട്ടല്ല വരുന്നത്. ഇത് എ ബി ഡി എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ ആണ്. എ ബി സി എന്ന ത്രികോണത്തിൻ്റെ ആണ്. ഈ എ ബി സി എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ ആണ്. ഈ എ ഡി ബി എന്ന ത്രികോണത്തിൻ്റെയും കൂടിയായിട്ടുള്ള സൈഡാണ് ഈ മിഡിൽ കൂടെ പോണത് അല്ലേ? അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? അപ്പോൾ ഇതിന്ന് ഈ ഒന്നിനെതിരെയുള്ള കോൺ എടുത്തെഴുതാം. ഒന്നിനെതിരെ കോൺ സി കൊൾട്ടു ഈ ഒന്നിനെതിരെയുള്ള ഈ കോൺ സിയും ഈ ഒന്നിനെതിരുള്ളതും കോൺ സി അല്ലേ? അപ്പോൾ ഇതെത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കൂലേ? ഇത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഈ എ ബി ഡിയിൽ ഇത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്, ഇത് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 50 + 30 കുറയ്ക്കണം. ഇപ്പം എന്ത് ചെയ്യുക? 180 - 50 60 70 80 അല്ലേ? അപ്പോൾ ഇത് ഈ ഡി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ ആ വര എങ്ങനെയാണ്? ഇത് ഒരു വര എ ബി, എ ഡിക്ക് ഒരു വര, ഇത് 2 വര, പിന്നെ ഇത് കോമണും 3 വര. അപ്പോൾ എന്ത് ഇത് 100 ഡിഗ്രി എന്നും കിട്ടിയില്ലേ? അപ്പോൾ കോണ് സി ഞാൻ ഒന്നും കൂടി ചിത്രം കാണിക്കാം കേട്ടോ. നമുക്ക് എ ബിയും നമുക്ക് ഇത് കിട്ടിയപ്പോൾ എത്രയാണ്? 100 ഡിഗ്രി. നമുക്ക് എ ഡി എ ബിയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സിയും സി ഡിയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 3. അപ്പോൾ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റുള്ള കോൺ സി ഈ കോണും എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. പിന്നെ 2 വരയ്ക്ക് ഓപ്പോസിറ്റുള്ളത് ഇതല്ലേ 2 വര. ഈ 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഏതാണ്? കോൺ 30. അതായത് 2 വരയ്ക്ക് ഓപ്പോസിറ്റുള്ള കോൺ എ അല്ലേ 30? 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ആ കോൺ എ. ഇവിടെ 2 വരയ്ക്ക് ഓപ്പോസിറ്റുള്ള ഈ കോണിന് കോൺ എന് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺ എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺ എ ആണോ ഇതിൻ്റെ കോൺ എ ആണോ എന്ന് കൺഫ്യൂഷൻ വരുന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി നമ്മൾ കൃത്യമായിട്ട് പറയണം. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമുക്ക് 100 ഡിഗ്രിന്ന് കിട്ടി. ഇവിടെ എത്രയാണ്? 100. ഇത് നമുക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ 100 ഡിഗ്രിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സൈഡ് പിന്നെ ഈക്വൽ ഏതൊക്കെയാണ്? ഇതും പിന്നെ ഈ സൈഡുമാണ് ഈക്വൽ ആയിട്ടുള്ളത്. ഇനി കോൺ ഈ ഈ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളതല്ലേ കോൺ സി എന്ന് പറഞ്ഞാൽ കോൺ എ സി ഡി അല്ലേ? അതായത് ഈ സി 2ക്ക് ഉള്ളതുകൊണ്ട് നമ്മളിത് എ സി ഡി എന്ന് തന്നെ പറയണം. വെറും കോൺ സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ത്രികോണത്തിന് കോൺ സി ഉണ്ട്, ഈ ത്രികോണത്തിന് കോൺ സി ഉണ്ട്. അപ്പോൾ കോൺ എ സി ഡി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കോൺ എ സി ഡി ഈക്വൽ ടു എന്തായിരിക്കും? ഇതേപോലെ തന്നെ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? കോൺ എ സി ബി അല്ലേ? ഒരു വരയ്ക്ക് ഓപ്പോസിറ്റ് കോൺ എ സി ബി ആയിരിക്കും. എത്രയായിരിക്കും കോൺ എത്രയായിരിക്കും? 50 ഡിഗ്രി. അതേപോലെ തന്നെ ഇനി 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 വരതല്ലേ? 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? കോൺ ഡി എ സി. അതേപോലെ തന്നെ ഇതിലും 2 വരയ്ക്ക് ഓപ്പോസിറ്റ് ഏതാണ്? കോൺ ബി എ സി. കോൺ ഈക്വൽ ടു ആയിട്ട് ഇവിടെ ആയിട്ടുണ്ട്. ഈക്വൽ ടു ഡി എ സി ഈക്വൽ ടു കോൺ ബി എ സി. എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും.
പിന്നെ കോൺ ഡി. ഇത് പിന്നെ ഡിക്ക് ഇതിന് സ്വന്തമാണ് അല്ലേ. ഡിയും ബീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമൺ അല്ലല്ല. ഡി ഇവർക്ക് സ്വന്തമായിട്ടുള്ളതാണ്, ബി ഇവർക്ക് സ്വന്തമായിട്ടുള്ള. ഈ എ ആണ് 2 പേർക്കുള്ളത്, സി ആണ് 2 പേർക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. മറ്റേ നമുക്ക് കോൺ ഡി ഈക്വൽ ടു കോൺ ബി ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് എഴുതാം. കാരണം എന്താണ്, സെപ്പറേറ്റ് ആണ്, കണ്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് ഇത് സ്വന്തമായിട്ടുണ്ട്. ഇത് സി 2ക്കുണ്ട്, ഈ ത്രികോണത്തിനുണ്ട്, ഈ ത്രികോണത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിർത്തുകയാണ്. താങ്ക് യു.